കൂടുതൽ ദൃശ്യങ്ങൾ കൂടി നൽകാമെന്ന് തോന്നുന്നു. കാരണം ആദ്യ 2 പരിപാടികൾ ആദ്യമൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു, ആദ്യത്തെ പരിപാടിയെക്കുറിച്ച് പറഞ്ഞു ഒരു 50 പേരെയൊക്കെ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ 100 പേരെ പ്രതീക്ഷിക്കുന്നു എന്നാണ്. പക്ഷേ കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ പരിപാടി അതൊരു നയപ്രഖ്യാപനമാണ്, വിശദീകരണ യോഗമാണ്. അത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ രീതിയിൽ വലിയ പന്തലൊക്കെ ഒരുക്കി കൂടുതൽ കസേരകളൊക്കെ ഇട്ടുകൊണ്ടാണ്, വലിയ പരിപാടിയായിട്ട് തന്നെയാണ് അദ്ദേഹവും ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ആളുകളുടെ പ്രതികരണങ്ങൾ ലഭ്യമാണോ, എല്ലാ പാർട്ടികളിൽ നിന്നും ഒരു എതിർസ്വരം അല്ലെങ്കിൽ ഒരു റിബലായി നിൽക്കുന്ന ആളുകളൊക്കെ അൻവറിനൊപ്പം ചേരാനുള്ള ഒരു സാധ്യതകളൊക്കെ മലപ്പുറത്ത് കാണുന്നുണ്ടോ? ഈ രാഷ്ട്രീയ സാഹചര്യം അൻവറിന് അനുകൂലമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ 2 ഉത്തരങ്ങളുണ്ടാകാം. പക്ഷേ മഞ്ചേരിയിലെ കാലാവസ്ഥ അൻവറിന് അനുകൂലമല്ല. ശക്തമായ മഴ പെയ്യുന്നുണ്ട്, ഇടിവെട്ടി തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോഴും കുറേ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിന്നാണ് വന്നത്? ഞാൻ തിരൂര്. എന്താണ്, അൻവറിനെ കാണാനാണോ വന്നത്? അതെ, അൻവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. പക്ഷേ ഇന്ന് അൻവർ പറയുന്ന കാര്യങ്ങളെ എല്ലാവരും കേരളം മൊത്തത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. അൻവർ മഴയത്തൊക്കെ ആളുകൾ കൂടുതൽ എത്തുമോ? മഴയത്ത് വരുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഞാനും നല്ല മഴ ഉണ്ടായിരുന്നു. മഴയത്താണ് ഇവിടെ എത്തിയിരുന്നത്. ചേട്ടാ, എവിടുന്നാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുണ്ടായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇവിടേക്ക് വരാൻ കാരണം കാണാന്നുള്ളത്, അൻവറിനെ കാണുക എന്നുള്ളതാണ്. മറ്റു രാഷ്ട്രീയമായിട്ടുള്ള അൻവറിനോടാണ് യോജിപ്പ്? അൻവറിനോടാണ്? അല്ല, യോജിപ്പല്ല, ഒന്നും മൊത്തം കേൾക്കാം. കാരണം ഒന്ന് പറയണേ കേൾക്കട്ടെ. എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട്. ചേട്ടൻ എവിടുന്നാണ് വന്നത്? സംശയം മതിയാണ്. എവിടുന്നാണ്? ഞാൻ ചുങ്കത്തറ പഞ്ചായത്തിലെ എരുമൂണ്ട 1-ാം വാർഡിൽ നിന്ന് വരികയാണ്. അൻവറിനെ കാണാനാണല്ലോ? കാണാൻ വേണ്ടി വരികയാണ്. ഞങ്ങളുടെ MLA ആണല്ലോ. അയാളെ ജലപ്രളയ കാലത്ത് എരുമൂണ്ട ഒരുപാട് കലുങ്കുകളും അതെല്ലാം നശിച്ചു പോയിട്ട് 3 മാസം കൊണ്ട് അത് ഉണ്ടാക്കി തന്നവനാണ്. അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. അൻവറിൻ്റെ കൂടെ ജനങ്ങളുണ്ടാവും. അൻവർ പറയുന്നതിന് എതിരായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന? ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ആളായിരുന്നു. ചെറുപ്പം മുതലേ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസമുള്ള ആളാണ്. എന്നാൽ അൻവർ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അൻവറിൻ്റെ കൂടെ കൂടാമെന്നുള്ള തീരുമാനത്തിലാണ് ഇനി ഞാൻ. അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അതൊരു മൂവ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊപ്പമാണോ? അതിൻ്റെ ഒപ്പം തന്നെയാണ്. ചേട്ടൻ എവിടുന്നാണ് വരുന്നത്? അൻവറിനോടുള്ള ഒരു ആരാധന കൊണ്ടാണോ ഈ പരിപാടിക്ക് കാണാൻ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? CPM ഇപ്പൊ CPM ആയിട്ട് ബന്ധമുണ്ടോ? CPMന്റെ പഴയ ലോക്കൽ കമ്മിറ്റി പാർട്ടിയായിട്ട് ബന്ധമില്ല വേറെ? ഇപ്പോഴും പാർട്ടിക്കാണ് വോട്ടിലെ പാർട്ടിന് അനുഭവിക്കുന്നത്. മകൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പക്ഷേ അൻവർ പറയുന്നതിൽ ന്യായമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടത് ശരിയല്ലെന്ന് പറയുന്നത്. പാർട്ടി സ്വയം വിമർശനപരമായിട്ട് കാണണം എന്നാണോ പറയുന്നത്? അൻവറിന്റെ വാദങ്ങളെ പാർട്ടി പരിശോധിക്കണം എന്നുള്ളതാണോ? അല്ല, അൻവറിന്റെ വാദിക്കണം പോയി. കാരണം അൻവറിന് വേണ്ടി കാര്യമുണ്ടല്ലോ. അൻവറിന് വേണ്ടി കാര്യങ്ങളുണ്ട്. പാർട്ടി ചിന്തിക്കണ്ടേ? പാർട്ടി ഏകപക്ഷമായിട്ട് പോകാൻ ശരിയല്ലല്ലോ. അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ഒരു കാലത്ത് സഹകരിച്ചിരുന്നവരാണ് ഈ പലരും. ഇപ്പോൾ നമ്മൾ പ്രതികരിച്ച പലരും ഗൂഗിൾ നേരത്തെ പറഞ്ഞ പോലെ പല പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അൻവറിനെ കേൾക്കുക അതൊരു വലിയ ജനാധിപത്യമായ മര്യാദ കൂടിയാണ്. അത് ആരായാലും എതിർപ്പായാലും അല്ലെങ്കിൽ അനുകൂലമായാലും അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് ആളുകൾക്കുണ്ട്. ആളുകളത് കൃത്യമായി നിർവഹിക്കുന്നു. കേട്ട ശേഷം ശരിയോ തെറ്റോ എന്നൊക്കെ ആളുകൾ കൂടി തീരുമാനിക്കുക. എന്തായാലും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷഹീദ്, ഇപ്പോൾ ഗൂഗിൾ പലരുടെയും പ്രതികരണങ്ങൾ തേടുകയായിരുന്നു. അതിൽ CPM അനുഭാവികളുണ്ട്, ലീഗ് അനുഭാവികളുണ്ട്. അവരൊക്കെ അൻവറിനെ കേൾക്കാൻ, അൻവർ പറയുന്നതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. എന്തായാലും മഴ പ്രതികൂലമാണെങ്കിൽ പോലും ആളുകൾ കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. എത്ര പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് ആ വേദി ഒരുക്കിയിരിക്കുന്നത്? മഞ്ചേരിയിൽ അത്രയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു പരിപാടിയായി ഇന്നത്തേതിന് മാറുമെന്ന് പ്രതീക്ഷിക്കാമോ? നേരത്തെ ഗൂഗിൾ അവിടെ നിന്ന് ആളുകളുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നു. പല പാർട്ടികളിൽ നിന്നുള്ള അല്ലെങ്കിൽ അനുഭവമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും കേൾക്കാൻ തയ്യാറായ ആളുകൾ എത്തും. അതിപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്ന ആളാവണം എന്ന് തന്നെയൊന്നുമില്ല. എന്തായാലും എല്ലാവരും കേൾക്കുന്നു. പറയുന്ന കാര്യങ്ങളിൽ കുറേയേറെ കാര്യമുണ്ട്. അത് പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് വരേണ്ട വിഷയങ്ങളാണെന്നൊക്കെയാണ് ആളുകളുടെ പ്രതികരണം. ഇന്നത്തെ ഒരു പരിപാടിയോടുകൂടി വലിയ തോതിലൊരു അടിത്തറ, ഇതിപ്പോൾ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്കാണെങ്കിൽ പോലും
DMK എന്നതിനൊരു വലിയ അടിത്തറ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ അൻവറിനെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ? ദിവിഷ്, ഈ അൻവറിനെ കേൾക്കാനെത്തുന്ന ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ വലിയൊരു ആകാംക്ഷയുണ്ട്. അൻവർ എന്താണ് പറയാൻ ബാക്കിയാക്കുന്നത് എന്നൊരാകാംക്ഷ. അത് ഈ പൊതുയോഗങ്ങൾക്കൊക്കെ മുന്നേ തന്നെ അൻവർ ഈ ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോൾ തന്നെ അടുത്തത് എന്ത് എന്നുള്ള തരത്തിൽ അൻവറിലേക്ക് ഫോക്കസ് പോയിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് അൻവറിൻ്റെ എല്ലാ നീക്കങ്ങളിലും ഇപ്പോഴുമുള്ള ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്, രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. അത്തരത്തിലാണ് കഴിഞ്ഞ തവണ അൻവറിനെ കേൾക്കാനെത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഗോകുലോടൊക്കെ പ്രതികരിച്ച ആളുകളെ പോലത്തെ പിന്തുണ അർപ്പിച്ചെത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അൻവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാനൊക്കെ എത്തുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ് നമ്മൾ എന്തായാലും മഞ്ചേരിയിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം ദിനീഷ് ചോദ്യത്തിലേക്ക് വന്നാൽ ഇതെല്ലാം ഒരു ശക്തി പ്രകടനമായി കണക്കിലാക്കിക്കൊണ്ട് തന്നെയാണ് അൻവർ മുന്നോട്ട് നീങ്ങുന്നത്. CPM അൻവറിനെ പ്രതിരോധത്തിലാക്കാനുള്ള വിവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധം അൻവറിനെതിരെ ആരോപിച്ചു. അതിനെ കൗണ്ടർ ചെയ്യാനായിരിക്കും ഒരുപക്ഷെ ചടുല നീക്കങ്ങൾ നടത്തി DMK ക്യാമ്പിലെത്തി DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് മറ്റൊരു കൗണ്ടർ അറ്റാക്കിന് അൻവർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയ കാര്യം. അത് എത്രത്തോളം നമുക്ക് DMKയുടെയൊക്കെ പ്രതികരണം വരുമ്പോൾ അത് എത്രത്തോളം അതിലൊക്കെ ഉള്ള ഒരു ആധികാരികതയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാണെങ്കിൽ പോലും അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീക്കമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇനി എന്താണ് ആ വേദിയിൽ നടക്കാൻ പോകുന്നത്? ഏതെങ്കിലും DMK നേതാക്കൾ അവിടെ എത്തുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ആരായിരിക്കും അവിടെ വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ തുടക്കം മുതൽ പറഞ്ഞ ആ ഒരു നാടകീയത നിലനിർത്തി കൊണ്ടുപോകാൻ PV അൻവറിന് സാധിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തെ അൻവറിലേക്ക് ഫോക്കസ് എത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ആൾക്കൂട്ടം അവിടെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഇത്രയും ആളുകളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഒരു പോരിനും അൻവർ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, എന്തായാലും മഞ്ചേരിയിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിയാണ്. മഞ്ചേരിയിൽ അൻവർ നടത്താൻ പോകുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം അല്ലെങ്കിൽ നയപ്രഖ്യാപനം, അതിലൊക്കെ എന്തൊക്കെയാണ് ഒളിച്ചു വെച്ചിട്ടുള്ളത്? ഇപ്പോൾ DMKയിലേക്ക് എത്തുമോ എന്ന കഴിഞ്ഞ ദിവസത്തെ അഭ്യൂഹങ്ങൾക്കൊക്കെ ഇപ്പോൾ DMKയുടെ ഭാഗത്ത് നിന്ന് അവസാനം കുറിക്കുന്നു. അങ്ങനെ CPMമായി എതിര് നിൽക്കുന്ന ഒരാളുമായി തങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് DMKയുടെ ഉന്നത നേതാക്കൾ പറയുന്നത്.